കാണ് കാണ് നല്ലോണം കണ്ടു പഠിക്ക്. നിന്റെ തോന്നിയാസത്തിന് ഇതൊക്കെ മൊത്തം കണ്ടു പഠിക്കണം നീ കേട്ടാ. എന്റെ അച്ഛൻ ഞാൻ ഇത്ര നേരം ഇരുന്ന് പഠിക്കായിരുന്നു. ഞാൻ ഇപ്പൊ ഒന്ന് പാട്ട് വെച്ചാൽ അച്ഛൻ ഇത്രയും പറയുന്നത്. ഇതാണ് പാട്ട്. ഇത് പേക്കൂത്തടി പേക്കൂത്ത്. ഞാൻ വല്ല പറഞ്ഞാലും കുഴപ്പം. അപ്പൊ തള്ളക്കും കണ്ടുകൂടാ മോക്കും കണ്ടുകൂടാ. മണ്ടു ഇവിടെ വന്നേ. അതിന്റെ ശബ്ദം പോലും ഒന്ന് കുറക്കില്ല അവിടെ. എന്താ എന്റെ അമ്മ ഞാൻ ഇത്ര നേരം ഇരുന്ന് പഠിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? ഒന്ന് പാട്ട് കേട്ടെ അച്ഛൻ വന്ന ചിത്രം കണ്ട് ബഹളം ഉണ്ടാക്കുന്നത്. മണ്ടു നീ ഇതിനകത്ത് ഉണ്ടായിട്ടാണ് അവിടെ ഈ തോന്നിയാസം കണ്ടുകൊണ്ടിരിക്കുന്നത് ആണോ? എന്റെ ഇട ഇത്ര നേരം അവള് പഠിക്കുമായിരുന്നു. അതെ, പത്രത്തിലും ടി വിയിലൊക്കെ കാണുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോ മനുഷ്യന് നെഞ്ച് കത്തുകയാണ്. ആ രമേശന്റെ മകളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? എന്തൊരു പേര്? ദീപ്തി. ദീപ്തിയോ കൂപ്തിയോ എന്തോ. ദീപ്തി നിർത്തിയിട്ട് കുറെ നാളായി. അവള് അവിടെ തന്നെ പഠിച്ചോണ്ടിരുന്ന ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. ശരിക്കും? അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുവാണെങ്കിൽ അമ്മയുടെ അടുത്തൊന്നും പറയത്തില്ലേ? അവൾ അതൊന്നും അറിഞ്ഞിട്ടില്ല, അതിനാണ് അവളോട് ദേഷ്യപ്പെടുന്നേ. വല്ലവരും ഒളിച്ചോടി പോണെങ്കിൽ എന്റെ മേത്തോട്ടാണ് ദേഷ്യം. കണ്ട എങ്ങനെയുണ്ട്? നീ തർക്കുത്തര കൂടെ പറഞ്ഞു പഠിക്ക്. അതിന്റെ ഒരു കുറവും കൂടി ഉള്ളത് നിനക്ക്. നിനക്ക് തന്നെ തുടക്കം. കണ്ട അവള് ഇഷ്ടായില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ്? ആ കൊച്ചു എവിടെ ഇരുന്നാലും അതിനെ വഴക്ക് പറയണം. ഞാൻ വെറുതെ വഴക്ക് പറയുന്നതാണോ? പിന്നെ അല്ലാതെ എന്തിനാണ്? അതെ, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ്റെ ആധി. ആ പെൺകുട്ടിയുടെ അമ്മയാണല്ലോ ഞാൻ. എനിക്ക് അവളെ നല്ലോണം അറിയാം. എനിക്ക് ആ ആദിയില്ല. ഇതിപ്പോ അവളെ ഒന്ന് തിരിയാനോ മറിയാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നിനും സമ്മതിക്കൂല. ഇവിടുന്ന് ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല. അതിന്റെ കൂട്ടുകാരോട് മിണ്ടാൻ പാടില്ല. ആരെങ്കിലും അതും എൻ്റെ ഫോണിലാണ് വിളിക്കണേ. വിളിച്ചാൽ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു മോനുണ്ടല്ലോ, അവന്റെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധയും കാണാനില്ലല്ലോ. അവൻ ഇന്നലെ പോയവനാ ഇവിടുന്ന്. ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചെന്ന് അറിയാമോ? ഒരു വട്ടം പോലും അവൻ എടുത്തുമില്ല, ഇതുവരെ വന്നിട്ടുമില്ല. എന്റെ മണ്ടു, അവനൊരു ആൺകുട്ടിയല്ലേ. അവൻ എവിടെ പോയാലും ഒരു ബോറലില്ലാണ്ട് അവൻ തിരിച്ചു വരും. അവൻ എന്റെ മോനാ. അപ്പൊ പിന്നെ മോളോ? വെറുതെ ആവശ്യമില്ലാതെ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞ് വട്ടാക്കും. അതെ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക നമ്മക്ക. ഞാൻ അതിന്റെ ആദ്യം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, ഇനി പോയ അവളെ വിളിച്ച് വീണ്ടും ചീത്ത പറയാനാണോ? മോളെ, അവിടെ അതെ, നമ്മുടെ അപ്പുറത്തെ വാടക വീടില്ലേ, അവിടെ 2 പുതിയ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അച്ഛനും മോനാന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അധികം നേരം ആ പുറത്തു കൂടെയുള്ള നടത്തവും പരിപാടിയൊന്നും വേണ്ട കേട്ടാ. ഞാൻ അയാളോട് സംസാരിച്ച് നോക്കുമ്പോൾ അയാൾ അത്ര ഒരു സുഖമുള്ള ആളാന്ന് അച്ഛന് തോന്നിയിട്ടില്ല. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, പോയിക്കോ. അത് പറയണ്ടേ? എന്തിനോ അവളോട് പറഞ്ഞത് നിനക്കും കൂടി ഉള്ളതാണ്. അത് മനസ്സിലാക്കിക്കോ. അച്ഛാ ബാറ്റ്മാൻ കളിക്കാൻ വന്നല്ലേ? ശിങ്കാരി മേളല്ലോ എന്നാ ബോളിവുഡ്. എടാ കളിക്കണതിൻ്റെ മുമ്പ് ഒന്ന് വാമപ്പാവണം, അറിയോ? എന്നാ തുടങ്ങാം. ചെയ്തോ? ലവ് ബോട്ട് തൊട്ടോ. എടാ ഉണ്ണി, നീ ഇതെന്താ കാണിക്കണേ? നിനക്ക് അവിടെ പോയിട്ട് അത് എടുത്തൂടെ? ഞാൻ ഏടിയില്ലത്. നീ ഉള്ളോടത്തേക്കല്ലേ ഇട്ട് തരിക. ഞാൻ പ്ലേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അങ്ങോട്ട് കയ്യിലേക്ക് ഇട്ട് തരല്ലോ. നീ ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇത് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, അങ്ങനെ കളി. എടുത്തോട്ടോ, കറക്റ്റല്ലേ ഇട്ടത്? അച്ഛനെ നോക്കൂല. അച്ഛാ, ഞാൻ കറക്റ്റ് സ്ഥലത്തല്ലേ ഇട്ടത്. നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ തെക്കോട്ട് തെക്കോട്ട് വേണ്ട നേരെ കറക്റ്റ് ഇങ്ങനെ അടി അടി കളി. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇത് കോർട്ട്, ഇതെന്റെ കോർട്ട്, ഇത് അച്ഛന്റെ കോർട്ട്. ഞാൻ എന്റെ കോർട്ടിലേക്കല്ല ഇട്ടെന്ന്. ഇതാരെ കോർട്ട്? അത് ഇതണ്ട, ഇതിന്റെ ഇപ്പുറം വരെ അല്ലേ കോർട്ട്. ഇത് ഇപ്പറേ വീണ്
ഇത് ഔട്ട് ഓഫ് കോർട്ട്. ഞാൻ വെറുതെ കളിക്കാൻ കളി കോർട്ട് കണ്ട് എടുക്കാച്ച കളിക്ക് വേഗം നോക്ക്. ശരി മിസ്റ്റേക്ക് കളിക്കാൻ അറിയോ? റെഡി റെഡി. ഞാൻ ചുറിയൂർക്കോട് കൂടി നിൽക്കുന്ന കണ്ടില്ലേ? എന്താ അവിടെ? ഒന്നുമില്ല. നീ പഠിക്കുകയാണോ? ആ. നീ പഠിക്കാനോ അതോ കാഴ്ച കണ്ടോണ്ട് നിൽക്കാനോടി? കയറി പൊടിയാത്ത്. ഓക്കെ, ഇനി മേലാൽ 20 പുസ്തകമായിട്ട് ഇവിടെ വന്നു നിന്നിട്ട് നാട്ടിൽ ഈ കാഴ്ചകളും കണ്ടുകൊണ്ട് വന്ന് അടിയിട്ടിട്ട് നിനക്ക് കരുവാത്. നന്നായിട്ട് കളിക്ക്. ഒട്ടാളക്കാരനാത്ത ആ മകനായിട്ടുള്ള വേറെ എന്തോരം സ്ഥലമുണ്ട്. ആ വീടിന് പിന്നപ്പത്തോടെ വരുമ്പോൾ ഇരുന്ന് കളിച്ചാൽ പോരെ. ഓമാളികള് ഉണ്ടോ? കളിക്കേ. അതെ, കളി വേണ്ട. കളി പറ്റില്ല. അതെയാ, ഏതാ ഫുട്ബോൾ കളിക്കാനോ? എന്ത് ഫുട്ബോൾ കളിക്കാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇവിടെ എടാ, ഇവിടെ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാലേ എന്താ ബോളാ വളപ്പിലിക്കാൻ പോയാലോ? എന്തേരി കിട്ടുമോ അതിങ്ങട്? പിന്നെന്താ? ഓ, അത്ര നല്ല ആൾക്കാരാ. നമ്മളിവിടെ പുതിയത് വന്നതാണ്. ഒന്നൊന്ന് പരിചയപ്പെടാച്ചിട്ട് ഞാൻ ഇന്നലെ ഒന്ന് അങ്ങോട്ട് ചെന്നു. അവിടെ സത്യം എന്ന് പറഞ്ഞൊരു അടുത്തുണ്ട്. ഞാൻ പരിചയപ്പെടാൻ അങ്ങോട്ട് ചെന്ന വഴിക്ക് അയാൾ ഓടിയിട്ട് വന്നിട്ട് ആ ഗേറ്റ് അടച്ചിട്ട് ആരാ എന്താ പറഞ്ഞു. ഞങ്ങളുടെ സുഹൃൻ അയൽവക്കത്ത് താമസിക്കാവുന്നു. ഓ ശരി നേരം മണ്ണൊക്കെയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. എത്ര കാലം ഈ കൊമ്പ മീശ കൊണ്ട് നടക്കുന്നത്? ഇത് രണ്ടും അങ്ങോട്ട് കട്ടി എന്നിട്ടൊന്ന് പോയോക്കെ. പിന്നെ അവർക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ മീശ കട്ടിയല്ലേ. അതിർത്തിയിലെ ജനങ്ങളെ പറപ്പിച്ച ആളാ ഞാൻ. ഓലക്കേന്ന്. അതെ, ഈ കളി ഇനി വേണ്ട. നാളെ കാലത്ത് ഞാൻ 5 മണിക്ക് വിളിക്കും. എന്റെ കൂടെ വന്നോളണം. അവിടെ 5 മണി വേണ്ട, കുറച്ച് കുറക്കാൻ പറ്റും. അതൊന്നും പറ്റില്ല. 5 മണിക്ക് വിളിക്കും. മണ്ടക്കൊന്നും കുളിച്ചിട്ട് വല്ല കഴിക്കണം. ഏറ്റവും നല്ല കളിയില്ല ചെസ്, ക്യാരംസ്, എന്തെങ്കിലും കഴിക്കാനാ പറ. ഹലോ, എന്നെ മനസ്സിലായ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ഏടെ കണ്ടിനി? ആ, എന്റെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ താമസക്കാരനാണ്. എന്ന് പഠിക്കുന്നത്? ഞാൻ PSC കോച്ചിങ് ചെയ്തോണ്ടിരിക്കുക. ഏടാ? മൊയ്തു സാറിന്റെ അടുത്ത്. മൊയ്തു സാറിന്റെ കോച്ചിങ് സെന്ററിലാ? മൊയ്തു സാർ എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. മൊയ്തു സാർ പറഞ്ഞാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത്. പുതിയ വീട് വെക്കുന്നുണ്ട്. നിങ്ങളാ പരിചയപ്പെടാൻ നല്ല ഉണ്ടായിനി. പക്ഷെ നിന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഓൾഡ് ഈസ് ഫാഷൻ. സാറില്ല. എന്ന് പേര്? നിശാഗന്ധി.